ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ആറന്മുളയിൽ വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും ചടങ്ങിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹികൾ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ആറന്മുള പള്ളിയോട സേവാ സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെയാണ് ആറന്മുള വള്ളസദ്യ നടത്തുന്നത്. സെപ്റ്റംബർ 16 വരെ വള്ളസദ്യ ഉണ്ടാകും. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ ഇക്കുറി 51 പള്ളിയോടങ്ങൾ സദ്യയിൽ പങ്കെടുക്കുന്നു. ക്ഷേത്ര പരിസരവും പമ്പാതീരവും വഞ്ചിപ്പാട്ടിന്റെ ഈരടികളാൽ വരും നാളുകളിൽ മുഖരിതമാകും. ഈ പ്രാവശ്യം ആറന്മുള വള്ളസദ്യ നടക്കുന്ന ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള കാലയളവിലാണ്. ഈ കാലയളവിൽ വരുന്ന ആറന്മുള ജലമേള ഓഗസ്റ്റ് 30, തിരുവോണം ഓഗസ്റ്റ് 26, സെപ്റ്റംബർ 4 നടക്കുന്ന അഷ്ടമിരോഹൻ, ഈ 3 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വള്ളസദ്യകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് 10,000-കണക്കിന് ആളുകളെ സ്വീകരിക്കുന്നതിനും അവർക്ക് വള്ളസദ്യ സുഗമമായി പങ്കെടുക്കുന്നതിനും ആറന്മുള ക്ഷേത്രം കണ്ട് ഭക്തിനിർഭരമായി തൊഴുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വള്ളസദ്യ വഴിപാടായി നടത്തുന്ന വ്യക്തി രാവിലെ 7 മണിക്ക് കൊടിമരച്ചുവട്ടിൽ 2 നെൽപ്പറ നിറയ്ക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു. ക്ഷേത്രക്കടവിലെത്തുന്ന പള്ളിയോടത്തെ വഴിപാട് നടത്തുന്ന ഭക്തൻ വെറ്റിലയും പുകയിലയും നൽകി വഞ്ചിപ്പാട്ടിന്റെയും അഷ്ടമംഗല്യ വിളക്ക്, താലപ്പൊലി, മുത്തുക്കുട, നാദസ്വരമേളം എന്നിവയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്വീകരിക്കുന്നതാണ് വഴിപാടിന്റെ ഭാഗമായ പ്രധാന ചടങ്ങ്. വള്ളസദ്യയ്ക്ക് 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ കൂടി വഴിപാടുകാരൻ വിളമ്പി നൽകുകയും ചെയ്യുന്നതാണ് ആചാരപ്രകാരമുള്ള ചടങ്ങ്. ഇതുവരെ 470 സദ്യകൾ ബുക്ക് ചെയ്തു. 550 സദ്യകൾ നടത്താൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിനം 10 വള്ളസദ്യകൾ ഉണ്ടാകും. ക്ഷേത്രവളപ്പിന് അകത്തും പുറത്തുമായി 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. 16 സദ്യ കോൺട്രാക്ടർമാരാണ് സദ്യ ഒരുക്കുന്നത്. ജനം, ആലപ്പുഴ.